നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യ പോരാട്ടത്തിൽ ഇന്ത്യ ഒന്നാകെ നിൽക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കും. അതിൽ മലപ്പുറത്തെ ജനാധിപത്യ വിശ്വാസികളും ഉണ്ടാകും. മലപ്പുറം മണ്ഡലത്തിനകത്ത് ഐതിഹാസികമായ വിജയം ഇടതുപക്ഷ സ്ഥാനാർത്ഥി സഖാവ് വി വസീഫ് നേടുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമസ്കാരം, ചാനൽ 2 വാർത്തകളിലേക്ക് സ്വാഗതം. രാജ്യം നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമാവണമെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ഐതിഹാസിക വിജയം നേടുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. SFIയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം ചെറുത്ത് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ എത്തിയ ആർഷോ ചാനൽ 10 നൽകിയ അഭിമുഖത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി വസീഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പെരിന്തൽമണ്ണയിലെത്തിയത്. സ്ഥാനാർത്ഥിക്കൊപ്പം വിവിധ സ്ഥലങ്ങളിലെത്തി വോട്ടഭ്യർത്ഥന നടത്തിയ ആർഷോ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഗൗരവ സ്വഭാവം യുവാക്കളടങ്ങുന്ന വോട്ടർമാർ ഉൾക്കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തി. ജനാധിപത്യ ഇന്ത്യ നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി സമൂഹം പ്രചാരണ രംഗത്ത് സജീവമാവണമെന്ന് ആർഷോ പറഞ്ഞു. JNUവിൽ ഇടതു വിദ്യാർത്ഥി സഖ്യം നേടിയ വിജയം സംഘപരിവാറിനെതിരെയുള്ള സമരത്തിന് ആവേശം പകർന്നിട്ടുണ്ടെന്നും യുവാക്കളും കന്നി വോട്ടർമാരും മതേതര ഇന്ത്യ എന്ന ദൗത്യം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, കഴിഞ്ഞ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും വിവിധങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങൾ രാജ്യത്തോട് സംവദിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് 18ാമത് പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് മുൻപിലേക്ക് ഉയർത്തുന്ന ചോദ്യമാണ്. ആ ചോദ്യം ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന തെരഞ്ഞെടുപ്പാണിത് എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്നല്ല, രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ടതുപോലെ ഇന്ത്യ അവശേഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെ സംബന്ധിച്ചും അതീവ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ വിദ്യാർത്ഥി മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വലിയൊരു സമരമായിട്ടാണ് ജനാധിപത്യ സമൂഹം ഒന്നടങ്കം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. ആ സമരം ആരംഭിച്ച അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് രാജ്യത്തെ ജനാധിപത്യ സമൂഹം ഇറങ്ങുന്ന ഘട്ടത്തിൽ ആ മനുഷ്യർക്ക് ആകമാനം ആവേശമായി മാറിയത് രാജ്യതലസ്ഥാനത്ത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയ്ക്കകത്ത് സംഘപരിവാര ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥികൾ നേടിയ വലിയ വിജയമാണ്. കേരളത്തിൽ SFIയുടെ പ്രവർത്തനങ്ങൾ ചർച്ചയാവുകയും വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ SFIയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് കരുതലോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. SFIക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്നും ഇടതുപക്ഷ മുന്നേറ്റത്തെ തകർക്കാനുള്ള ശ്രമമാണ് SFIക്കെതിരെയുള്ള ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും ആർഷോ പറഞ്ഞു. ഈ വിദ്യാർത്ഥി സംഘടനയെ ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലും ചില വലതുപക്ഷ മാധ്യമങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും തെറ്റായ പല പ്രചരണം നടത്തിക്കൊണ്ടുമൊക്കെ ഒറ്റതിരിഞ്ഞ് ഈ സംഘടനയെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനവധി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ സംഘടനയായി SFI മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഏത് ഘട്ടത്തിലും ഞങ്ങൾക്കൊരു വീഴ്ച സംഭവിച്ചാൽ, പോരായ്മ സംഭവിച്ചാൽ അതിനെ തിരുത്തുന്നതിന് വേണ്ടി ഒരുക്കമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ തിരുത്തി നിരന്തരം നവീകരണത്തിന് വിധേയമാക്കി കൂടുതൽ മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് SFI. മറ്റു വിദ്യാർത്ഥി സംഘടനകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ നിലയിലേക്ക് മറ്റൊരു സംഘടനയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഏറ്റവും മികച്ച നിലയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ ഉണ്ടായാൽ അതൊരു തിരുത്തുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുള്ള സംഘടന തന്നെയാണ് SFI. അങ്ങനെ തിരുത്തി മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ വിദ്യാർത്ഥി പിന്തുണ, പൊതുസമൂഹത്തിൻ്റെ പിന്തുണ നേടിയെടുക്കുന്നതിന് വേണ്ടി SFIക്ക് കഴിഞ്ഞിട്ടുള്ളത്. മലപ്പുറം മണ്ഡലത്തിൽ ആവേശ പോരാട്ടം കനക്കുമ്പോൾ കന്നി വോട്ടർമാരെ വരുതിയിലാക്കാൻ യുവനേതാക്കളെ രംഗത്തിറക്കുകയാണ് മുന്നണികൾ. ഇതിന്റെ ഭാഗമായാണ് ആർഷോയും ജില്ലയിൽ പ്രചാരണത്തിനെത്തിയത്. വിജയസാധ്യതയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചോദ്യത്തിനും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടിയുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടുകൾക്കൊപ്പം ഇത്തവണ കൂടുതൽ വോട്ടുകൾ നേടാനായാൽ LDF സ്ഥാനാർത്ഥി ഐതിഹാസിക വിജയം നേടുമെന്ന് ആർഷോ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് വോട്ടുകൾ കുറയ്ക്കുന്ന നിലയിലേക്ക് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനകത്ത് മലപ്പുറത്തെ മാർജിനിൽ വലിയ കുറവുണ്ടാകുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇവിടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മത്സരിച്ച ഘട്ടത്തിൽ വലിയ മികച്ചൊരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞു. അന്ന് കുറഞ്ഞ അത്രയും വോട്ട് തന്നെ ഈ ഘട്ടത്തിൽ വീണ്ടും കുറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇടതുപക്ഷത്തിന് വിജയം സാധ്യമാകും. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഞങ്ങളൊക്കെ കാണുന്നത് 2004 ആവർത്തനം ഉണ്ടാകുമെന്നുള്ള നിലയിലാണ്. 2004
AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 2004 പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ജനതയാകെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നതിൻ്റെ അനുഭവമുണ്ട്. 2024 എത്തുമ്പോൾ 20 വർഷത്തിനിപ്പുറം വീണ്ടും നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യ പോരാട്ടത്തിൽ ഇന്ത്യ ഒന്നാകെ നിൽക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കും. അതിൽ മലപ്പുറത്തെ ജനാധിപത്യ വിശ്വാസികളും ഉണ്ടാകും. മലപ്പുറം മണ്ഡലത്തിനകത്ത് ഐതിഹാസികമായ വിജയം ഇടതുപക്ഷ സ്ഥാനാർത്ഥി സഖാവ് വി വസീഫ് നേടുമെന്ന് തന്നെയാണ് കരുതുന്നത്. വേനൽച്ചൂടും പോരാട്ടച്ചൂടും പെരിന്തൽമണ്ണയിലെ പ്രചരണ ചൂടിനെ ആക്കം കൂട്ടിയിട്ടുണ്ട്. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.